ചാനൽ. ഇന്നലെ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇറ്റ്സ് നോട്ട് എ വ്ളോഗ്. സോ ഡേ 4th കഴിഞ്ഞു, 5th നമ്മൾ നമ്മളുടെ ചാനലിൽ വീഡിയോ ഇടാൻ നിൽക്കുക. സോ ഗൈസ് സപ്പോർട്ട് കൊണ്ട് ഞാൻ പറയാന്നുണ്ടെങ്കിൽ 11 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എനിക്ക് മനസ്സിലായി 11 സബ്സ്ക്രൈബേഴ്സ്, 400 വ്യൂസ്, 2.1 അവർ നമ്മളുടെ വാച്ച് ടൈമിങ്. എനിക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ഓൺലി 6 days ഇത്ര ആയിട്ടുള്ളൂ ഞാനിത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴേക്കും ഇത്രയൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നത് എനിക്ക് ചെറിയ വിശ്വാസം. സോ ഗൈസ് നിങ്ങളൊക്കെ ഫോളോ ചെയ്യാതെ ഈ വീഡിയോ കാണാൻ നിൽക്കല്ല. നമ്മളെ വീഡിയോക്ക് ഒരു 100 വ്യൂസ്. സോ സബ്സ്ക്രൈബേഴ്സ് കുറവ് എല്ലാവരും. ഫസ്റ്റത്തെ വീഡിയോ 147, അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ 112, അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ 111, ഇന്നലെ ഇട്ട വീഡിയോ തീരെ റീച്ചില്ല 6. ധൈര്യത്തോടു പോയി കുറവുകളാണ് പറയണമെന്നാണ് ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞു. സോ ഗൈസ് അപ്പോൾ വീഡിയോന് എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് എടുക്കണം. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എനിക്ക് കാണിച്ചു തരണം പുതിയുണ്ട്, പക്ഷെ വേറെ ഫോണില്ലാത്തതുകൊണ്ട് ഈ ഫോണിൻ്റെ വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. സോ നമ്മളുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഉണ്ടാക്കുക. സോ എന്തായാലും നമ്മൾ വളർത്താനൊക്കെ നിങ്ങളാണുള്ളത്. സോ ഇറ്റ്സ് എൻ്റെ തുടക്കങ്ങൾ മാത്രം എന്ന് വിചാരിക്കാം. സോ എനിക്ക് ഇത്രയും വ്യൂസ് വരുന്നവർക്കൊക്കെ നന്ദി. നമുക്ക് വേറെ ഒരു സംഭവമില്ല, ജസ്റ്റ് ഈ വീഡിയോ മാത്രം. നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഇവിടെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ടൊന്ന് ഫോളോ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളുടെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ അവിടെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ബട്ട് എൻ്റെ ഫേസ് അവിടെ കാണില്ല, ഫേസ് യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ അറിയുന്നവർ കുറേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അതൊരു ചടപ്പ് പോലെ ഫീൽ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇട്ടത്. ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി റീച്ചിലിങ്ങനെ നിൽക്കുകയാണ്, 3.6K ഡാഷ്ബോർഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സോ ഇങ്ങനെ യൂട്യൂബ് വേറെ ലോകമാണല്ലോ, ഇൻസ്റ്റാഗ്രാം പോലെയല്ല യൂട്യൂബ്. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങി എന്തായാലും ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സിലെത്തി. നമ്മളുടെ 0 കാണുന്നത് ഇപ്പോൾ 11ലേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ ഞാൻ വെറുതെ സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരു വേറൊരു പേജിൽ കയറിയിട്ട് അതിലിങ്ങനെ ഫുൾ എഴുതി കാണിച്ചിട്ട് യു ഹാവ് 10 സബ്സ്ക്രൈബേഴ്സ്, യു ആർ സെലിബ്രേറ്റിംഗ് ദിസ് ടൈം. സോ അതൊക്കെ നമ്മൾ തീരെ വിചാരിക്കാത്ത ഓരോ സംഭവങ്ങളാണ്. നമ്മൾ 10 സബ്സ്ക്രൈബേഴ്സ് പോയിട്ട് ഫസ്റ്റത്തെ വീഡിയോക്ക് 2 സബ്സ്ക്രൈബേഴ്സ് പോലും കിട്ടും നമ്മൾ വിചാരിച്ചില്ല. അവിടെ നമ്മളുടെ ഇതിൻ്റെ അനലൈസിൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ ഇങ്ങനെ വന്നിട്ട്, അഥവാ 2023 എൻ്റെ അനസ് കൂർമത്ത് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉള്ളത്. അന്നൊന്നും നമുക്ക് വ്ളോഗ് തുടങ്ങണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല, യൂട്യൂബ് ആ അക്കൗണ്ടിൽ തുറക്കണം എന്നുള്ളതാണ്. സോ ആ ഗ്രാഫ് അങ്ങനെ പോരുകയാണ്. മെയ് 3 തൊട്ട് കുത്തനെ പൊന്തി പിന്നെ അതിങ്ങനെ ജസ്റ്റ് താവുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇടും, അങ്ങനെ ഹൈലി പ്രൂഫായി കൊണ്ട് പോവാണ്. സോ നിങ്ങളെ കൊണ്ട് കഴിവും വിധം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം. വീട്ടിൽ 2 ഫോണൊക്കെ ഉണ്ട്, എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കാണുന്നവർ തന്നെ കുറേ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു ഇത്. യൂട്യൂബ് ബഗ്ഗാണോ എന്ന് എനിക്കറിയില്ല. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ഓരോ വീഡിയോക്കും 100 അതിൻ്റെ മേലൊക്കെ വ്യൂസ് കയറുന്നുണ്ട്. നമ്മൾ 12 വ്യൂസാണ് ഞാൻ അന്ന് ആരുമില്ല, ആരും അറിയില്ല, വീട്ടുകാരും അറിയില്ല. ഈ സ്ഥലം വിശാലമാണ്, കാണണമെങ്കിൽ ഇവിടെ നിന്ന് ആരുമില്ല. ഇവിടെ ഒരു മനുഷ്യനില്ല, നീ കാണണമെങ്കിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് അവിടെ ഒരു സാധനം കണ്ടുപിടിച്ചതാണ്. സോ എന്തായാലും നമ്മൾ ഇനിയും അതിലേക്ക് എത്തിക്കുക. ഇവിടെ സ്ഥിരം കമൻ്റ് ഇടുന്ന ആൾ താങ്ക് യു ഫോർ ഓൾ എന്തോ സിമ്പിൾ സ്മൈൽ അങ്ങനെ എന്തോ ഒരു പേര് ഞാൻ വായിച്ചു. താങ്ക് യു. അടുത്ത വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇട്ട വീഡിയോ അത് ജസ്റ്റ് അത് എൻ്റെ പ്രൊഫ് അതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എത്തുന്നവർക്ക് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്.
തീരെ റീച്ച് ഉണ്ടായില്ല. സത്യം പറയാണ്, അത് പ്രിപ്പയർ ചെയ്ത് വന്നതല്ലെങ്കിലും തീരെ റീച്ച് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ നോക്കി സംസാരിക്കുന്നത് മാത്രമാണ് റീച്ചുള്ളതെന്ന് വെച്ചാൽ ഒന്ന് 147 ആണെങ്കിൽ മറ്റേത് 111, 112, പിന്നെ 111 ഇങ്ങനെ ഡേ എടുത്തിട്ടാണ് ഇതൊക്കെ ആകുന്നത്. മറ്റേത് ഇന്നലെ വൈകിട്ടിട്ടുള്ളൂ. സോ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് എത്തുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേയൊക്കെ ഡിഫിക്കൽട്ട് ഉണ്ട്. സോ നമ്മളുടെ പേഴ്സണൽ ക്യു ആൻഡ് എ നമ്മൾ തന്നെ നടത്തുകയാണ്. അത് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയാണ്. ഇനി അടുത്ത വ്ളോഗ് മുതൽ തുടങ്ങുകയാണ്. അടുത്ത വ്ളോഗ് മുതൽ അങ്ങനെയും ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഒന്നുകൂടെ പിച്ചിക്ക് കൊണ്ടുവരാൻ നിൽക്കുകയാണ്. സോ താങ്ക് യു ഫോർ ഓൾ. നമ്മളുടെ വീഡിയോ കാണുന്ന